Welcome to another episode of The Couple Who Reads. Yes, so നമുക്ക് ഗസ്റ്റ് ഒരു ഉറപ്പായിട്ട് ഞങ്ങൾ ഓരോ വീഡിയോയിൽ കൊണ്ടുവരണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ വേറെ ആരേക്കാളും എനിക്ക് തോന്നുന്നു യു ആർ ദ മോസ്റ്റ് ഡിസേർവിംഗ് പേഴ്സൺ ടു ബി യുവർ ഫസ്റ്റ് ഗസ്റ്റ് ടു Couple Who Reads, and there are million reasons for it, but we'll start by one, and one reason is Mad Dreams. സോ ഇന്ന് നമ്മുടെ കൂടെയുള്ള ഓഥറിനെ ആദ്യം പരിചയപ്പെടുത്താം. സോ രോഹിത് പുസ്തകത്തിൽ വന്നപ്പോഴാണ് പുസ്തകം ശരിക്കും പറഞ്ഞ ഒരു ട്രഡീഷണൽ ഹൗസായി മാറുന്നത്. ബിക്കോസ് പുള്ളിയുടെ വർക്ക് അത്രയും ഭയങ്കര സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നൊരു വർക്കായിരുന്നു. ആൻഡ് അതിനുശേഷമുള്ള ജേർണി എന്ന് പറയുന്നത് ഹി ബിക്കം എ പാർട്ട് ഓഫ് അവർ പബ്ലിക് ട്രസ്റ്റ്. ഇൻഫാക്ട് പബ്ലിക് ട്രസ്റ്റിന്റെ ഫൗണ്ടർ എന്ന് പറയുകയാണെങ്കിൽ അത് രോഹിത് ഞാനും എന്ന് പറയേണ്ടി വരും. കാരണം ആ മെയിൻ ഫ്രെയിം എല്ലാം ഞങ്ങൾ ഒരുമിച്ചാണ് വർക്ക് ചെയ്തത്. ആൻഡ് അവിടെ തൊട്ട് തുടങ്ങിയ ജേർണി ഒരു 1.5 വർഷമായിട്ടുള്ളൂ. പക്ഷേ it at least cover ഒരു 10 years of activities എന്ന് പറയാം. സോ അങ്ങനെ അത്രയും വലിയൊരു കൊളാബറേഷൻ ആയിട്ട് വന്നു. രോഹിതിൻ്റെ 2ാമത്തെ വർക്ക് ബുക്സ് ആൻഡ് പബ്ലിഷിംഗ് ഹൗസ് അങ്ങോട്ട് അഡ്വാൻസ് റോയൽറ്റി പേയ്മെന്റ് എടുത്ത് വാങ്ങിച്ചു. അതിൽ ആദ്യത്തെ വർക്ക് കഴിഞ്ഞ ദിവസം 15th പുസ്തകത്തിൻ്റെ ആനിവേഴ്സറിയുടെ സമയത്ത് നമ്മൾ റിലീസ് ചെയ്തു. അതാണ് മാഡ് ഡ്രീംസ്, ദ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റിംഗ് നോവൽ ഓഫ് ദിസ് ഇയർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം അതിൻ്റെ കവർ തന്നെ ഒരു ബെഞ്ച് മാർക്ക് ഉണ്ടാക്കി പുസ്തകത്തിൽ. ഇനി ആൾക്കാർക്ക് കഷ്ടപ്പാടാണ് ഇതിനെ കടത്തിവിട്ട എല്ലാവരും ഇപ്പോൾ കമ്പയർ ചെയ്യുന്നതാണ്. മാഡ് ഡ്രീംസിൻ്റെ അത്രയും വന്നില്ല, മാഡ് ഡ്രീംസിൻ്റെ അടുത്തോലും എത്തിയില്ല, ഇങ്ങനെയാണ് ഇപ്പോൾ ആൾക്കാർ പറയുന്നത് ഇൻ ഹൗസിലുള്ള എല്ലാവരും. സോ ആൻഡ് അഗെയിൻ കൺസിഡറിങ് റൈറ്റിംഗ് അത് അതിനേക്കാളും വെല്ലുന്ന രീതിയിലാണ് ഞങ്ങൾ രണ്ടുപേരും വായിച്ചു തുടങ്ങി. നേരത്തെ TBR വീഡിയോയിൽ നമ്മൾ പറഞ്ഞു സെപ്റ്റംബർ മാസം ഞങ്ങൾ ആദ്യത്തെ റീഡാണ് രോഹിത്തിൻ്റെ. സോ നിങ്ങളുടെ മുമ്പിൽ രോഹിത് രാമചന്ദ്രൻ ആമസോൺ ചാർട്സ് ബെസ്റ്റ് സെല്ലർ ബാപ്റ്റിസ്റ്റ് ഓഫ് ബ്ലഡ് ആണ് പുസ്തകത്തിൽ പബ്ലിഷ് ചെയ്ത ആദ്യത്തെ വർക്ക്. ആൻഡ് അത് രോഹിത്തിന്റെ 3ാമത്തെ എന്റെ ഫോർത്ത് ബുക്ക്, ബാപ്റ്റിസം തേർഡ് ആയിരുന്നു, ഫോർത്ത് ബുക്ക്. അങ്ങനെ രോഹിത് ഇസ് നോട്ട് ജസ്റ്റ് ഗസ്റ്റ്, കാരണം നമ്മുടെ ഒരു ഓത്തറാണെന്ന് പറഞ്ഞു, നമ്മുടെ വെൽവിഷറാന്ന് പറഞ്ഞു, നമ്മുടെ ട്രസ്റ്റിന്റെ ചീഫ് അഡ്വൈസറാന്ന് പറഞ്ഞു. ഒരു കാര്യം കൂടെ ഉണ്ട്, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് സെലിബ്രിറ്റി മാനേജർ എന്നുള്ള രീതിയിൽ അക്നോളജ് ചെയ്തേക്കുന്ന ഏക ഓതർ രോഹിത് രാമചന്ദ്രനാണ്. ദീപ്തിയുടെ പണ്ടേ ഞാനാണ്. പക്ഷേ എഗെയിൻ ഒരു പ്രൊഫഷണൽ എന്നുള്ള രീതിയിൽ ഒഫീഷ്യലി ഐ എം ഹിസ് സെലിബ്രിറ്റി മാനേജർ ആൻഡ് ഐ എം അഗെയിൻ സോ ഗ്ലാഡ് ദാറ്റ് ഹീ ബിക്കം അപ്പോൾ നമ്മുടെ ഒരു ആദ്യത്തെ ഗസ്റ്റ് എന്നുള്ള രീതിയിൽ Couple Who Reads വന്നാൽ അത് ഇന്റൻഡഡ് ആയിട്ട് യൂണിവേഴ്സ് പറഞ്ഞു വന്നതാണ്. സോ രോഹിത് രാമചന്ദ്രൻ, വെൽക്കം ടു Couple Who Reads. Thank you for having me. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം മാഡം സാർ ഒത്തിരി ചോദിക്കാനുണ്ട്. പക്ഷെ ആദ്യത്തെ ചോദ്യം നമുക്ക് ചോദിക്കാം, ഹൗ ഇസ് ദ Couple Who Reads? ഞാൻ Couple Who Reads ഫോളോ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊരു ഭയങ്കര ചിൽ ഒരു ഫീൽ ഗുഡ് വൈബാണ്. അത് നിങ്ങളുടെ കോൺട്രാസ്റ്റിംഗ് എനർജീസ് നന്നായിട്ട് വർക്ക് ചെയ്യും. ഞാൻ കുറച്ചു നേരം മുമ്പ് പറയുന്നുണ്ടായിരുന്നു ഇവർക്കൊരു യിൻ യാങ് ഫീൽ ഉണ്ട്. അപ്പം അശ്വിൻ്റെ ഒരു എനർജി നമുക്ക് എല്ലാവർക്കും അറിയാം. ലൈക്ക് ദോസ് ഹു വാച്ച് Couple Who Reads ആൻഡ് ദോസ് ഹു നോ ഹിം വെൽ, പുള്ളിയുടെ ആ ഒരു എനർജി, ഒരു മീറ്ററൊക്കെ എല്ലാവർക്കും അറിയാം. ദീപ്തിയുടെ ഒരു കമ്പോസ്റ്റ് ആയിട്ട് ഒരു സെറീൻ ആയിട്ടുള്ള ഒരു പരിപാടി അറിയാം. അപ്പോൾ അത് ദ ബൗൺസ് ഓഫ് ഈച്ച് അതർ പ്രിറ്റി വെൽ. അപ്പോൾ അത് കാണാൻ നല്ല രസമാണ്. അപ്പം ഞാൻ ഇതിൻ്റെ എപ്പോൾ വീഡിയോ വന്നു കഴിഞ്ഞാലും വീട്ടിൽ മറ്റേ ബിഗ് സ്ക്രീൻ ഇട്ടിട്ട് അമ്മേനെ അച്ഛനെ ഇരുത്തി കാണിക്കാറുണ്ട്. നമുക്ക് 3 വ്യൂവേഴ്സിന്റെ സ്വന്തമാണ്. അപ്പൊ അച്ഛൻ അമ്മ ഹായ്. സോ മോനെ തിരിച്ചറിഞ്ഞാത്തോട് വിടാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, ഞങ്ങൾ വിടുകയാണ്. ഐ എം കമ്മിങ്. ഓക്കെ, നൗ ഫോർ ടു മാഡ് ഡ്രീംസ്. സോ നമ്മുടെ ആനിവേഴ്സറിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മാഡ് ഡ്രീംസിന്റെ ലോഞ്ച് ആയിരുന്നു. അപ്പോൾ ഇത് അൺലൈക്ക് എനി ഓഫ് വാട്ട് ഹി എക്സ്പ്ലോർഡ്, പുള്ളിക്കാരൻ്റെ ഒരു വേഴ്സറ്റാലിറ്റി എന്ന് പറയുന്നത് ഈ എക്സ്പ്ലോർ ഡിഫറെൻറ്റ് ജോണേഴ്സ് എന്നുണ്ടായിരുന്നു. അപ്പോൾ ഐ തിങ്ക് ആദ്യം ദീപ്തിയുടെ ചോദ്യം ചോദിച്ചോളൂ. ആദ്യം തന്നെ നമുക്ക് ഈ ബുക്കിനെ കുറിച്ച് പറയാം. പ്ലീസ്. ഞാൻ പറയണോ? ഓക്കെ. സോ മാഡ് ഡ്രീംസ് എന്ന് പറയുന്നത് കുറച്ച് ബിറ്റ് ഓഫ് എ ജോണർ ബെൻഡർ ആണ്. പക്ഷേ പ്രൈമറിലി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് കോമഡി ആണ്. അത് ഒരു വർക്ക് പ്ലേസ് സെറ്റായിരുന്നു നമുക്ക് പറയാം. പക്ഷെ ഒരു കമ്മിങ് ഓഫ് ഏജ് ആയിട്ട് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിന് വിത്ത് എ ട്വിസ്റ്റ് ആണ്. ആൻഡ് ഇതിൽ എന്താ പറയുന്നത്, സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നമ്മൾ പക്ഷേ ഒരു കൊമേഡിക് ലെൻസിലൂടെ പറയുന്നത്. സോ വെരി മച്ച് ഒരു ബാക്ക് ബെഞ്ചിലിരിക്കുന്ന ആളുടെ ഒരു വൈബാണ് ഈ ഒരു ബുക്കിനുള്ളത്. അപ്പോൾ ദ ബാക്ക് ബെഞ്ചർ ഇൻ മീ അത് നല്ല ഹെൽത്തി ആയിട്ട് ഇപ്പോഴും അലൈവാണ്. ഇങ്ങനെ ഫ്രണ്ടിൽ ഒന്നിപ്പോൾ സംസാരിക്കേണ്ടി വരുന്നുണ്ടെങ്കിലും. അപ്പോൾ ഈ ബാക്ക് ബെഞ്ചറിൻ്റെ തലയിൽ കൂടെ ഒരുപാട് കാര്യങ്ങൾ ഓടാറുണ്ട്. ഇത്രയും ഇതിൽ കാണുന്ന പോലെ തന്നെ കളർഫുൾ ആണ് ഇവൻ്റെ തോട്ട്സും
ഇതൊക്കെ. പക്ഷെ അവൻ ഒരു കോർപ്പറേറ്റ് സെറ്റപ്പിൽ ഇരിക്കുമ്പോൾ കുറച്ച് അതൊക്കെ നടക്കി പിടിച്ചായിരിക്കുന്നത്. സോ ദിസ് ഇസ് ആൻ എക്സ്പ്ലോറേഷൻ ഇൻ ടു ദ മൈൻഡ് ഓഫ് മനു മനോഹർ. ആൻഡ് പുള്ളിക്ക് ഇങ്ങനെ ഒരു ദിവാസ്വപ്നം കാണുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ട്. അപ്പം അത് ഭയങ്കര ഒരു വൈബ്രന്റ് ആൻഡ് വിവിഡ് ആയിട്ട് നല്ല ഇറവറൻ്റാ. ഇതിൽ അത്ര വലിയ വിനീത് ശ്രീനിവാസൻ ടൈപ്പ് മാന്യതയോ ഒരു നന്മയൊന്നും പ്രതീക്ഷിക്കണ്ട. അപ്പോൾ ഒരു ഡൽഹി ബെല്ലി ടൈപ്പ് പരിപാടിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം യു ക്യാൻ എക്സ്പെക്ട് ഫ്രോം ദിസ്. സോ യാ, ആൻഡ് ഇതിലൊരു മെറ്റ എലിമെന്റ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് വായിക്കുന്ന ആൾക്കാരോട് തന്നെ ഈ മനു വാള് ബ്രേക്ക് ചെയ്ത് സംസാരിക്കും. വാള് ബ്രേക്ക് ചെയ്ത് പല കാര്യങ്ങളും കോൺസ്പയർ ചെയ്യും ഒരുമിച്ച്, പിന്നെ സ്വയം കളിയാക്കും വാള് ബ്രേക്ക് ചെയ്തിട്ട്. അപ്പോൾ ഒരു ഇറ്റ്സ് എ ഫൺ റീഡ്. It's a must read, I say. ഭയങ്കര വായിക്കാൻ ഒരുപാട് തോന്നുന്നുണ്ട്. അതെ, സെലിബ്രിറ്റി മാനേജർ ആയിരുന്നതല്ല. ഞാനിത് വായിച്ചു തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ ചോദിക്കാൻ പോകുന്ന ചോദ്യം, ഒരു എഴുത്ത് വായിക്കുമ്പോൾ നമുക്ക് വി ഹാവ് സെവറൽ ക്വസ്റ്റ്യൻസ് അല്ലേ. എപ്പോഴും അങ്ങനെയാണല്ലോ, ഒരു കോൺസ്റ്റന്റ് ഡിബേറ്റ് ആയിരിക്കില്ല എല്ലാ പേജിലും എല്ലാ ലൈൻസിലും. ഇറ്റ്സ് എ കോൺസ്റ്റന്റ് ഡിബേറ്റ് വിത്ത് ഓത്തർ. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യം മനസ്സിൽ വരുമ്പോ തന്നെ അടുത്ത ലൈനില് നിങ്ങൾ ഇങ്ങനെ ചോദിച്ചില്ലേ, ഇറ്റ്സ് ലൈക്ക് മൈൻഡ് റീഡിങ് പോലത്തെ ഒരു രീതിയിലായിരുന്നു. എൻ്റെ ആദ്യത്തെ ഹുക്ക് തന്നെ യു കാൺ പുട്ട് ദിസ് ഡൗൺ. അപ്പോൾ ആനിവേഴ്സറി പരിപാടി ഇല്ലായിരുന്നെങ്കിൽ എന്റെ പൊടി പോലും കേട്ടില്ലായിരുന്നു. കാരണം ഞാൻ ഇതിന്റെ കുറെ തന്നെയായിരുന്നു തന്നെ. അപ്പോൾ അഗെയിൻ റൈറ്റ് ആഫ്റ്റർ ദിസ് വീഡിയോ എനിക്ക് കുത്തിരുന്ന് വായിച്ചു തീർക്കാനുള്ളതാണ്. ആക്ച്വലി ബാപ്റ്റിസം ബൈ ബ്ലഡ് വായിച്ചപ്പോഴും അങ്ങനെ തന്നെയാണ്. ബാപ്റ്റിസം ബ്ലഡ് വായിച്ച ഫാനായിട്ടാണ് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്താണ് സെലിബ്രിറ്റി മാനേജർ ഇൻ സ്പൈറ്റ് ഓഫ് ബീങ് എ പബ്ലിഷർ. സോ ദാറ്റ്സ് ദ വെർസറ്റിലിറ്റി ഓഫ് ദിസ് ഓതർ. ആൻഡ് അഗെയിൻ റോജറെ കുറിച്ച് അങ്ങനെ പറയാനാണെങ്കിൽ ഈ വീഡിയോ മൊത്തമേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ജോണർ ബ്ലാക്ക് കോമഡി? അതിപ്പോ അധികം കാണാറില്ല. ഓക്കെ, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് പ്ലാൻ ചെയ്തതല്ല. പക്ഷെ എൻ്റെ അടുത്ത് ഒരു 2015 ഈ ഫസ്റ്റ് ഐഡിയ വരുന്നത്. അപ്പം എന്നെ ഒരു ഫ്രണ്ടാണ് തിയേറ്ററിലൊക്കെ എനിക്ക് പരിചയമുള്ള ഒരു പുള്ളിക്കാരനാണ് പറഞ്ഞത്, നീ റൈറ്റിങ്ങിലൊരു ഫ്ലെയർ ഉണ്ട്, അതൊന്ന് എക്സ്പ്ലോർ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു കോർപ്പറേറ്റ് ടൈപ്പ് ഒരു സെറ്റപ്പ് ആയിരുന്നു പറയുന്നത്. അപ്പോൾ ഓബ്വിയസ്ലി എനിക്ക് അങ്ങനെ ഒരു റെഗുലർ ഒരു വർക്ക് പ്ലേസ് പൊളിറ്റിക്സ് അങ്ങനത്തെ ഒരു സാധനം പോരാ എന്ന് തോന്നിയിരുന്നു. പിന്നെ ഞാൻ പൊതുവേ എൻ്റെ വേറെ വർക്കുകളിൽ അങ്ങനെ ഹ്യൂമർ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. പക്ഷെ എല്ലാം കൂടെ ഇതിലങ്ങ് തീർത്ത്. അപ്പോൾ എന്താ ഹ്യൂമർ ദാറ്റ് ഐ ലൈക്ക് ഇസ് ഇറവറൻറ്റ് ആൻഡ് ടങ് ഇൻ ചീക്ക്, അങ്ങനത്തെ ഒരു പരിപാടിയാണ്. അപ്പോൾ ഈ കൈറൂനിസമാൻ്റെ ഒരു ബ്രാൻഡ് ഓഫ് ഹ്യൂമർ ഉണ്ട്. അത് എല്ലാവർക്കും വർക്കാവുന്ന ഒരു സംഭവം. ഭയങ്കര എലിഗൻറ്റ്, ആരെയും വേദനിപ്പിക്കാതെ നോവിക്കാതെയൊക്കെ ഉള്ള ഒരു സാധനമാണ്. പക്ഷെ ഇതിൽ കുറച്ച് പേർക്കൊക്കെ നോവും. പക്ഷെ അഡ്വാൻസിൽ ഞാൻ അപ്പോളജൈസ് ചെയ്യുന്നത് ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയല്ല. ഇറ്റ്സ് ഓൺലി ടു എന്റർടൈൻ, സോ റീഡ് റെസ്പോൺസിബിലിറ്റി. അനദർ ഗുഡ് റീസൺ അല്ലേ ഓടിപ്പോയി മാട്രിക്സ് വാങ്ങിയത്. ആൻഡ് അഗൈൻ മാട്രിക്സ് പ്രീ ഓർഡറിലെ ഒരു ബെസ്റ്റ് സെല്ലർ അടിച്ചായിരുന്നു. നമ്പർ 1 ബെസ്റ്റ് സെല്ലർ ആയിട്ട് തന്നെ ട്രാജിക് കോമഡി എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിൽ വന്നു. ആൻഡ് അഗൈൻ ഇപ്പോഴും ഐ തിങ്ക് ഇറ്റ്സ് നമ്പർ 1. സോ അഗൈൻ ഹ്യൂമറിന്റെ ലൈക്ക് ദീപ്തി ചോദിച്ച പോലെ ഹ്യൂമർ വളരെ ഓർഗാനിക് ആയിട്ട് വന്നതാണ്. സോ മൈ ദിസ് തിങ് വാസ് ലൈക്ക് ഇതൊരു കഥ, അതിന്റെ ജോണർ എന്നുള്ളത് ഈ ബുക്കിന് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രീഡിറ്റർമൈൻ ചെയ്തല്ല. ബാക്കിയുള്ളതിനൊക്കെ ജോണർ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. ബാപ്റ്റിസം ബൈ ബ്ലഡ് നോർ ഒരു സാധനം വേണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഇതിന് ഇങ്ങനെ ഒരു കഥ, പക്ഷെ അത് പറയുമ്പോൾ ഇത് ഭയങ്കര ഒരു സീരിയസ് ആയിട്ട് ഹെവി ആയിട്ട് അങ്ങനെ പറയണം എന്നല്ലായിരുന്നു. ഇതിൽ സീരിയസ് ആൻഡ് ഹെവി സിറ്റുവേഷൻസ്, പക്ഷെ അതിനോട് ഒരു സീരിയസ്നെസ്സും കാണിക്കാതെയാണ് അതിന്റെ ഒരു നറേഷനും കാര്യങ്ങളൊക്കെ. എനിക്കുണ്ടായൊരു ഭാഗ്യം, റോഹിത്ത് ഓരോ ചാപ്റ്റർ ഒക്കെ എഴുതി കഴിയുമ്പോൾ ഇടയ്ക്ക് ഞാനിങ്ങനെ ചെക്ക് ചെയ്യാനായിട്ട് വിളിക്കാം. അപ്പോൾ വിളിക്കുമ്പോൾ റോഹിത്ത് എന്നോട് സംസാരിക്കുന്ന രീതിയെ മാറിപ്പോയി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ തമാശ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം, പക്ഷേ വെറുതെ ഇരിക്കുമ്പോ എനിക്കൊരു ട്രോള് എന്നുവെച്ചാൽ ലിറ്ററലി ആ ഒരു ക്യാരക്ടറായി മാറി. അപ്പൊ ഞാൻ പിന്നെ പറയാൻ തുടങ്ങി, ഒറ്റ മനോന്ന് ഇറങ്ങി എന്നിട്ട് ഞാൻ പറഞ്ഞ ബ്രേക്ക് ഒക്കെ എടുത്തു കേട്ടോ. കാരണം നമുക്ക് അമ്മാതിരി കോൾ അടിച്ചോണ്ടിരിക്കുക വിളിക്കുമ്പോഴൊക്കെ. അങ്ങനെ പിന്നെ ഇതിന്റെ ഓരോ പോർഷൻസ് ഒക്കെ എത്തുമ്പോൾ ഇറ്റ് വാസ് ലൈക്ക് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ് ഐ ഫെൽറ്റ് ലൈക്ക് റൈറ്റിംഗ് സംതിങ് വിതൗട്ട് റൈറ്റിംഗ് ഇറ്റ്. കാരണം വെൻ ഹി ടോക്സ് പുള്ളി അത്രയും ഡെപ്തിൽ പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം രോമാഞ്ചം എണീറ്റേക്കും, രണ്ടാമത്തെ കാര്യം ഞാനത് ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ 40,000 വേർഡ്സ് ആയെന്ന് പറഞ്ഞപ്പോൾ 40,000 വേർഡ്സ് ആയി. അപ്പോൾ പിന്നെ ഇങ്ങനെ ഓരോരോ സ്റ്റേജസിൽ വിത്തൗട്ട് എനി സ്പോയിലേഴ്സ് പുള്ളി പറഞ്ഞു അങ്ങനെ ഒരു സാധനം വരുന്നുണ്ട്, ഇങ്ങനെ സാധനം വരുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഇത് എങ്ങനെയെങ്കിലും ഒന്ന് വന്ന് കിട്ടിയാൽ മതി, മാൻസ്ക്രിപ്റ്റ് ഒന്ന് പബ്ലിഷിംഗ് ഹൗസിൽ എത്തിയാൽ മതി എന്നായിപ്പോയി. അപ്പോൾ അഗെയിൻ ഹാറ്റ്സ് ഓഫ് ടു ഹിസ് റൈറ്റിംഗ് ആൻഡ് മാറ്റ് ഡ്രീംസ്. ഇനി നിങ്ങൾക്ക് ഈ കവർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ
കമൻറ്റ് ചെയ്യുക. 1. 2, ഇതിനേക്കാളും നല്ലൊരു കവർ എന്ന് പറയാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണം. പറ്റുമെങ്കിൽ ബുക്കിന്റെ പേര് പറഞ്ഞാലും മതി, ഞങ്ങൾക്ക് നോക്കണമല്ലോ, ഞങ്ങൾക്കൊന്നും അറിയണമല്ലോ. ഇതിനേക്കാളും അപ്പീലിംഗ് ആയിട്ട് എത്ര ദൂരം പിടിച്ചാലും അത് പക്ഷെ സബ്ജക്റ്റീവ് അല്ലേ? that might be subjective, പക്ഷേ ആസ് എ സെലിബ്രിറ്റി മാനേജർ എന്റെ ഒരു വെല്ലുവിളിയാണ്. ഇതിനേക്കാൾ ഐ ക്യാച്ചി ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഒരു ബുക്ക് കവർ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യും. അങ്ങനെ കമന്റ് ചെയ്യുന്ന ആൾക്ക് പ്രത്യേകിച്ച് ഒന്നും തരൂല്ല, എന്റെ മറുപടി എങ്കിലും ഉണ്ടാവും. സോ ദാറ്റ് ഈസ് ബാഡ് ഡ്രീംസ്. ഇനി അടുത്ത ചോദ്യം. ഇനി മാഡ് ഡ്രീംസ് നിർത്തിയിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് എഴുത്തിലോട്ട് വന്നത്? എഴുത്ത് എന്താണ് രോഹിതിന് തരുന്നത്? എഴുത്ത് വളരെ ചുരുക്കത്തിൽ പറഞ്ഞ എല്ലാത്തിനും ഉത്തരം എനിക്കറിയാം. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എഴുത്ത് എനിക്ക് തെറാപ്പിയാണ്. സോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എസ്കേപ്പ് ഫോർ ലവ് എന്നുള്ള ആ ഫസ്റ്റ് ബുക്ക് അത് എനിക്കൊരു എസ്കേപ്പ് ആയിരുന്നു. കാരണം ഞാൻ ഐ വാസ് സ്റ്റക്ക് ഇൻ എ ലോട്ട് ഓഫ് തിങ്സ്. സാഹചര്യം കൊണ്ട് ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു, പക്ഷെ അതിൽ നിന്നൊരു റിലീസ് ഞാൻ ക്രേവ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നുള്ളൊരു എസ്കേപ്പ് ആയിരുന്നു എസ്കേപ്പ് ഫോർ ലവ്. അതുപോലെ ഗ്രേവ് ഡിഗർ ഓഫ് കാദിം എന്ന് പറയുന്നതും ഞാൻ കുഴിച്ചു മൂടിയിട്ട കുറേ സാധനങ്ങൾ എനിക്ക് പുറത്ത് കൊണ്ടുവരാനായിട്ടുള്ള ഒരു അവസരം കിട്ടി. ബാപ്റ്റിസം ബൈ ബ്ലഡ് എനിക്ക് ലിറ്ററലി ഒരു മാമോദിസ പോലെ ആയിരുന്നു. അതുപോലെ മാഡ് ഡ്രീംസ് എന്ന് പറയുന്നത് എൻ്റെ ഭ്രാന്തൻ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരമാണ്. അപ്പോൾ എന്റെ ബുക്കുകളുടെ ടൈറ്റിലിൽ തന്നെ ആ ഒരു റൈറ്ററിന്റെ ജേണി ഉണ്ട്. അതെ, രോഹിത്തിന്റെ ആദ്യത്തെ ബുക്കാണ് എസ്കേപ്പ് ഫോർ ലവ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ഡിസ്ക്രിപ്ഷനിലേക്ക് ഓരോ പ്രൊഡക്ഷൻ ലിങ്ക് ഇടാം. അത് കലാം ബുക്ക് ഹൗസ് ആണ് പബ്ലിഷ് ചെയ്തത്. പിന്നെ ഗ്രേവ് ഡിഗർ ഓഫ് കാദിം എന്ന് പറയുന്നത് സെൽഫ് പബ്ലിഷ്ഡ് ആയിരുന്നു. പക്ഷെ നമ്മുടെ സിസ്റ്റർ കൺസേൺ ആയിട്ടുള്ള കൊജിറ്റാബ് ഉണ്ട്, അതിന്റെ പുറകെ നടന്ന് ഇപ്പോൾ പബ്ലിഷ് ചെയ്യാൻ ബൈ വേർഡ് പറഞ്ഞിട്ടുണ്ട്. അതിന് കോൺട്രാക്ട് ആയിട്ട് വരണം. പിന്നെ നമ്മൾ പബ്ലിഷ് ചെയ്ത ബാപ്റ്റിസം ബ്ലഡ് ഉണ്ട്. പിന്നെ അഗെയിൻ ഈ കിൻഡിൽ വെല്ല എന്ന് പറഞ്ഞൊരു സംഭവമാണ്. സീരിയലൈസ്ഡ് സ്റ്റോറി US മാത്രം ഇറങ്ങണേ. അത് ഇറക്കിയ ഇന്ത്യയിലെ 3 ഓതേഴ്സിലെ ഒരു ഓതറാണ്. സിൽവിൻ സീക്രട്ട് എന്നാണ് അതിന്റെ പേര്. അപ്പോൾ അത് സീരിയസ് ആയിട്ട് എല്ലാ വെള്ളിയാഴ്ച വരുന്നതായിരുന്നു. എനിക്കൊന്ന് 8 എപ്പിസോഡ് ആയിരുന്നു ടോട്ടൽ ഉണ്ടായിരുന്നു. അത് ഗ്രാഫിക് നോവൽ ആക്കാനായിട്ട് നമ്മൾ വി ആർ ടൈയിങ് അപ്പ് വിത്ത് ഫ്യൂ അതർ വെഞ്ചേഴ്സ്. അങ്ങനെ അത് വർക്ക് ഉണ്ട്. പിന്നെ ഇതാണ് അടുത്തത് ഇറങ്ങുന്നത്, യാക്കോബ്. അപ്പോൾ എഗെയിൻ മാഡ് ഡ്രീംസ് ആയിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല. യാക്കോബ് അത് എഗെയിൻ ഇത് ഓരോ ബുക്ക് വായിക്കുമ്പോഴും യു വിൽ സീ ദ റൈറ്റർ രോഹിത്, ബട്ട് പ്ലോട്ടിൽ രോഹിത് അല്ല, ദാറ്റ് പ്രൊട്ടാഗണിസ്റ്റ് ആണ് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ എഗെയിൻ അതാണ് ഒരു കാര്യം. ഇനി ഫോർ അവർ കപ്പിൾ ഹൂ റീഡ്സിന്റെ ഓഡിയൻസിന് വേണ്ടി ആ ബ്ലർബ് ഒന്ന് വായിക്കൂ. ഇത് വായിക്കണോ? ഓക്കെ. When life gives you lemons, you make lemonade. Avid daydreamer Manu Manohar, though, crafts vivid, outlandish vignettes inside his head. No, it's not a medical condition, just the coping mechanism of an oddball yearning to be an ad filmmaker. This anti-hero's journey isn't short on hurdles. Daunting middle-class prejudices, a rocky relationship with Lady Luck, and a tyrannical boss straight from hell. Despite foraying into the industry of his dreams, Manu's life spirals into a nightmarish acid trip of dashed expectations and harsh realities. Breaking free from the rut he is stuck in is easier said than done. Can Manu overcome the chaos and fulfill the one mad dream that truly matters? Or will it remain just another fantasy? Hop on this, കുറെ അഡ്ജക്റ്റീവ്സ് ഇൻകമിംഗ് ആണ്. ഹോപ്പ് ഓൺ ദിസ് quirky, cheeky, snarky, irreverent, audacious, wickedly fun and wildly edgy roller coaster ride to find out. Get ready to experience a brazenly unapologetic, no holds barred, bonkers black comedy that pulls no punches. കൊള്ളാം. ആൻഡ് അഗെയിൻ ഞാൻ മാഡ് ഡ്രീംസ് വായിച്ച് തുടങ്ങട്ടെ എന്നും പറഞ്ഞ് വന്ന 2-3 റീഡേഴ്സിനുണ്ട്. ഞാൻ പറഞ്ഞു നീ ആദ്യം കുറച്ച് ബുക്കൊക്കെ വായിച്ചിട്ട് വാ, അല്ലെങ്കിൽ ഇത് വായിച്ച് കഴിഞ്ഞിട്ട് അത് വായിക്കുമ്പോൾ അത് അഗെയിൻ ദിസ് ഇസ് എ new world that is offering, and in fact I thought this book is going to be a global phenomenon. I have mentioned this to many venues കാരണം അത് അറിയാവുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. And again അടുത്ത ചോദ്യം ഇനി ഇതെല്ലാം വിട്ട് വേറൊരു ഏരിയയിലിട്ട് പോവാം. ഞാൻ തിരിച്ച് ഈ ഏരിയ തന്നെ കൊണ്ടുവരും. ഫേവറേറ്റ് ജോണർ എന്താണ്? ഫേവറേറ്റ് ജോണർ ഹൊററാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞാൻ പക്ഷെ ഇതുവരെ ഒരു പ്യൂർ ഹൊറർ സാധനം എഴുതിയിട്ടില്ല. എൻ്റെ
കാദിം ഒരു ഫോക്ലോറിന്റെ എലിമെന്റ് ഉണ്ട്, ബട്ട് ഇറ്റ്സ് മോർ ഓഫ് ഡാർക്ക് ഫാന്റസി. അത് ഈ എക്സോർസിസ്റ്റ് പോലത്തെ ബുക്സ് വായിച്ച് അങ്ങനെ നമ്മുടെ ഉറക്കം പോകുന്ന ഒരു സാധനമൊന്നുമില്ല. പക്ഷെ ഐ ഡൗട്ട് വെദർ എന്റെ മൈൻഡിലുള്ള ഹൊററും അങ്ങനത്തെ ഒരു സംഭവമാണെന്ന്. അതൊരു നാരറ്റീവ് ആണ്, പക്ഷെ അതിൽ ഫിയർ ഒരു എലിമെന്റ് ആണെന്നേ ഉള്ളൂ. അങ്ങനെ ആരെയും ട്രോമറ്റൈസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഹൊറർ ഇല്ല. പക്ഷെ ഹൊറർ ഇസ് എ ജോണർ ദാറ്റ് ഐ ലൈക്ക്. ഹൊററിന്റെ പല എലിമെന്റ്സും എൻ്റെ എല്ലാ കഥകളിലും വൺ വേ ഓർ ദി അതർ വരും. ഒന്നെങ്കിൽ ഒരു സ്വപ്നമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിയാക്ഷൻ ആയിട്ടോ അത് വരാറുണ്ട്. എന്നെ ഏറ്റവും പിടിച്ചിരുത്തുന്ന ഒരു ജോണർ ഹൊറർ. സിനിമയാണെങ്കിൽ എനിക്ക് രാത്രി കാണാൻ ഇഷ്ടം ഹൊറർ, എന്നിട്ട് നല്ല പേടിച്ച് കിടക്കുകയും ചെയ്യും. റീസൺ ഉണ്ട് അത് ഇറ്റ് മേക്സ് മീ ഫീൽ അലൈവ്. ഇപ്പോൾ അത് കണ്ടു കഴിയുമ്പോൾ ആദ്യം എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫ് ഇത് വെച്ച് നോക്കുമ്പോൾ മറ്റേ ഭയങ്കര ഫീൽ ഗുഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്താ എൻ്റെ ലൈഫ് ഇങ്ങനെ ആ സാധനത്തിലേക്ക് പോകും. എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് കോളേജ് ഇഷ്ടമല്ലാതിരുന്ന സമയത്ത് ഞാൻ ഹൊറർ കണ്ടിട്ട് കോളേജിൽ എന്റെ ഗോ ടു പ്രിസൺ ബ്രേക്ക് മൂവീസ് ആയിരുന്നു. ഞാൻ ഐ ഫീൽ വെരി ട്രാപ്ഡ് ആ സമയത്ത്, എസ്പെഷ്യലി MBA ഒക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ ഷോഷാങ്ക് റിഡംപ്ഷൻ, ഈ പ്രിസൺ ബ്രേക്ക് സീരീസ്, എസ്കേപ്പ് ഫ്രം ആൽക്കട്രാസ്, ഗ്രേറ്റ് എസ്കേപ്പ്, ഇതെല്ലാം ഇരുന്ന് കാണുമ്പോൾ അവന്മാര് രക്ഷപ്പെടുമ്പോൾ എനിക്കൊരു സമാധാനം. പിറ്റേ ദിവസം ഞാൻ ടൈയൊക്കെ കേട്ടി പോണം, പക്ഷെ എന്നാണ് ഒരു ആശ്വാസം. അങ്ങനെ ഇത്രയും ചിരി പടവളുള്ള ചിരി ആദ്യത്തെ എപ്പിസോഡ് ഇനി കുറച്ച് ബുക്ക് റെക്കമെൻഡേഷൻസ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഒരു പഴയ കാലത്തെ സംഭവമൊക്കെ ഇഷ്ടമാണെങ്കിൽ ഐ വുഡ് റെക്കമെൻഡ് ഓറാൻ പാമുക്സ് മൈ നെയിം ഇസ് റെഡ്. സോ അത് ഇറ്റ്സ് വെരി ഡോണ്ടിങ് ആൻഡ് ചാലഞ്ചിങ്. ഞാനിത് ആദ്യം വായിച്ചപ്പോൾ എൻ്റെ ബ്രദർ ഭയങ്കര വൊറേഷ്യസ് റീഡറാണ്. പക്ഷെ പുള്ളി ആദ്യം ബുക്ക് വായിച്ചിട്ട് പുള്ളി വിട്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഇയാൾക്ക് പ്രാന്താന്ന് പറഞ്ഞ്. പക്ഷെ ഇറ്റ് ടുക്ക് മീ 10 years ടു ഗ്രോ ഇൻ ടു ദാറ്റ് ബുക്ക്. പക്ഷെ അത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഐ വാസ് ലൈക്ക് ഓക്കെ, ഇറ്റ് വാസ് ടോട്ടലി വർത്ത് ഇറ്റ് എന്നുള്ള. പിന്നെ എഴുതാൻ ഇഷ്ടമുള്ള ആർക്കെങ്കിലും മുറക്കാമിയുടെ നോവലിസ്റ്റ് ആസ് എ വൊക്കേഷൻ എന്നുള്ളത് ഇറ്റ്സ് എ വെരി ഗുഡ് റീഡ്. എനിക്ക് പേഴ്സണലി ഞാൻ മനസ്സിലാലോചിച്ച കുറേ കാര്യങ്ങൾ വാലിഡേറ്റഡ് ആയിട്ട് തോന്നിയ ഒരു ബുക്കാണ് അത്. പക്ഷെ ചിലവർ പറയും പുള്ളി ഒരു സൊല്യൂഷൻസ് ഓഫർ ചെയ്യുന്നില്ല, പുള്ളി ഭയങ്കര ആബ്സ്ട്രാക്ട് ആയിട്ടുള്ള തോട്ട്സാണ് പറയുന്നതെന്നൊക്കെ. പക്ഷെ സംഭവം ഞാൻ ഭയങ്കര ഒരു ക്രോസ് റോഡ്സിൽ നിൽക്കുന്ന സമയത്ത് എനിക്കിനി ഇത് കണ്ടിന്യൂ ചെയ്യണം എന്ന് ഫീൽ ചെയ്യിപ്പിച്ച ഒരു ബുക്കാണ് നോവലിസ്റ്റ് ആസ് എ വൊക്കേഷൻ. പിന്നെ വേറൊരു ബുക്ക് എന്ന് പറഞ്ഞാൽ ഹാർലൻ കോബന്റെ ടെൽ നോ വൺ. പുള്ളി ഞാൻ ക്യാരക്ടർ ഡ്രിവൺ ആയിട്ടുള്ള സ്റ്റോറീസാണ് പുള്ളി എഴുതുന്നത്. പക്ഷെ പുള്ളിയുടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലോട്ട് ആൻഡ് ആ ഒരു സെറ്റപ്പ്, ആ ഒരു കൺസീറ്റിലാണ് സംഭവം മൊത്തം പോകുന്നത്. ക്യാരക്ടർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ബേസിക്കേ ഉള്ളൂ. പക്ഷെ ആ പ്രിമൈസ് ഇസ് സോ എൻഗ്രോസിംഗ് ദാറ്റ് നമ്മളിങ്ങനെ വായിച്ച് പോകും. പിന്നെ സ്റ്റീഫൻ കിങ്ങിന്റെ ദ ഷൈനിങ്, ഓഫ് കോഴ്സ് അതെവിടെയെങ്കിലും പറയാതിരിക്കാൻ വയ്യ. സ്റ്റീഫൻ കിങ്ങിന്റെ ഒരു ബുക്കും കൂടെ ഞാൻ പറയാം, ഓൺ റൈറ്റിംഗ് എന്ന് പറഞ്ഞത്. അതും വെരി പ്രാക്ടിക്കൽ. പിന്നെ എൽമോർ ലെനാർഡിൻ്റെ ഒരു ചെറിയൊരു ബുക്കുണ്ട്, റൂൾസ് ഓഫ് റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ട്. അത് വളരെ ബ്രീഫായിട്ടുള്ള ഒരു സാധനമാണ്, പക്ഷേ ഇൽ ഗിവ് യു ലോട്ട് ഓഫ് തിങ്സ് ടു വർക്ക് വിത്ത്. അപ്പോൾ ഞാൻ കൂടുതൽ എഴുത്തുകാർക്കുള്ള ബുക്സ് അല്ലേ പറഞ്ഞത്, വായനക്കാർക്ക് ഉള്ള ബുക്സിനെക്കാട്ടും കൂടുതൽ. പക്ഷെ ഉണ്ട് പാമുക്കും ഷൈനിങ്ങും. പിന്നെ ഈ രോഹിത് രാമേന്ദ്രൻ എന്ന് പറഞ്ഞ ഓഥറിന്റെ ബുക്കും വല്ലപ്പോഴും വായിച്ചാൽ നല്ലതായിരിക്കും. ഇനി upcoming projects ഇപ്പോൾ ഇമ്മീഡിയറ്റ്ലി ദ കറന്റ് വൺ ദാറ്റ് ഐ എം വർക്കിംഗ് ഓൺ ഇസ് കോൾഡ് യാക്കോബ്. അപ്പോൾ യാക്കോബ് എന്ന് പറയുമ്പോൾ ബിബ്ലിക്കൽ ക്യാരക്ടർ ജേക്കബിൻ്റെ ഒരു റീജിയണൽ വിളിക്കുന്ന ഒരു പേരാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാനിപ്പോൾ എഴുതിയേക്കുന്ന വർക്ക്സിൽ ഏറ്റവും കൂടുതൽ ലേയേഴ്സ് ഉള്ളത് യാക്കോബിലാണ്. അപ്പോൾ യാക്കോബിൻ്റെ പ്രോസ് ഭയങ്കര ലീനാണ്. അതായത് ഭയങ്കര വലിയ പാരഗ്രാഫ്സ് ഒന്നുമില്ല. കുറച്ചൊരു സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് നെറേറ്റീവിനെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ വലിയ പാരഗ്രാഫ്സും ഇല്ല, മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ് ഷിഫ്റ്റ്സ് വരുന്നുണ്ട്. ഓരോ ചാപ്റ്ററും ഇങ്ങനെ മാറി വരുന്നുണ്ട്. ഇപ്പോൾ അതിലൊരു ഫീമെയിൽ പ്രോട്ടഗനിസ്റ്റിൻ്റെ വരുവാണെങ്കിൽ ഐ ആം കീർത്തി എന്ന് പറഞ്ഞായിരിക്കും ആ ചാപ്റ്റർ തുടങ്ങുന്നത്. പിന്നെ വേറൊരു ക്യാരക്ടറിൻ്റെ വരുമ്പോൾ ആ ഒരു പേര് വരും. പിന്നെ ഇതിൽ പേരില്ലാത്ത ചില ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അവരാരാന്നുള്ള ഡിസ്ക്രൈബ് ചെയ്യും, ഐ ആം സോ ആൻഡ് സോ എന്ന് പറഞ്ഞു. പിന്നെ അവരുടെ ആർക്ക് ഈ ചാപ്റ്റർ ടൈറ്റിൽസിലൊക്കെ വരും. സോ ഇതിൻ്റെ ഒരു ജോണർ പറയുവാണെങ്കിൽ, ബ്രോഡായിട്ട് പറയുകയാണെങ്കിൽ ഒരു നിയോ നുവാർ ത്രില്ലറാണ് വിത്ത് എ ഡാർക്ക് റൊമാൻസ് അറ്റ് ഇറ്റ്സ് ഹാർട്ട്. അപ്പോൾ ഡാർക്ക് റൊമാൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മറ്റേ വാട്ട്പാഡിൽ കാണുന്ന പോലത്തെ അങ്ങനത്തെ ആ ഒരു സാധനമല്ല. അതായത് ഒരു റൊമാൻസ് ഉണ്ട്, ബട്ട് ഇറ്റ് ഇസ് പ്ലേഡ് ബൈ ഒരു സസ്പിഷൻ, ട്രോമ ആൻഡ് ഫിയർ. അപ്പോൾ ഈ ഒരു എലിമെന്റ്സ് വരുന്ന ഒരു റൊമാൻസ് അതിൻ്റെ ഒരു സെൻറ്റർ പീസിലുണ്ട്. പക്ഷെ ഇറ്റ്സ് ടോൾഡ് ഇൻ എ ബാക്ക്ഡ്രോപ്പ് ഓഫ് ക്രൈം. അതിൽ കുറേ ബ്രോക്കൺ ആൾക്കാർ ഒരു പീസസ് ഓഫ് പസിൽ പോലെ വന്ന് ഒത്തുചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു
ഒരു കഥയാണ്. ഇതുപോലെ ഇപ്പൊ മഴ പെയ്യുന്നുണ്ട് ഇവിടെ, അപ്പൊ ദാറ്റ് സ്റ്റോറി ഓൾസോ സോക്ഡ് ഇൻ റെയിൻ. റെയിൻ തന്നെ അതിന്റെ ഒരു വലിയൊരു ഒരു എലമെന്റ് ആണ്. അപ്പൊ അത് പറഞ്ഞോണ്ടിരുന്നപ്പോ മഴ പെയ്ത്. അപ്പോ ലൈക്ക് റെയിൻ ഓൾമോസ്റ്റ് അതിന്റെ ഒരു ക്യാരക്ടറാണ്. സോ കൊച്ചിയിലാണ് കഥ മിക്കതും നടക്കുന്നത്. സോ ഇറ്റ്സ് എ റെയിൻ സോക്ഡ് അർബൻ നിയോ-നോവാർ ത്രില്ലർ. ഒരു കാര്യം കൂടെ, എനിക്കിത് അറിയാം, പക്ഷെ എന്നാലും ഒരുപാട് പേർക്ക് അറിയാനായിട്ട്, ഇത് ഓരോ ബുക്കും ഏത് വർഷമാണ് ഇതിന്റെ തുടക്കം എന്നൊന്ന് പറയാമോ? ഏത് വർഷം തൊട്ടായിരുന്നു മാഡ് ഡ്രീംസ് തൊട്ട് തുടങ്ങാം? ഓക്കെ, മാഡ് ഡ്രീംസിന്റെ തുടക്കം 2015. അപ്പോഴാണ് 10 years ബിഫോർ ഞാൻ സീരിയസ് ആയിട്ട് എൻ്റെ അഡൽട്ട് ലൈഫിൽ സീരിയസ് ആയിട്ട് ഞാൻ എഴുതാൻ തുടങ്ങിയ ആ ഒരു ടൈം 2015 ആയിരുന്നു. അപ്പോൾ ഇതൊരു ഇറ്റ് ഹാസ് ഗോൺ ത്രൂ മെനി ഡ്രാഫ്റ്റ്സ് ബിഫോർ ഇറ്റ് ഈസ് ദ ബുക്ക് ദാറ്റ് ഈസ് നൗ. അതാണ് ആദ്യം സ്ക്രീൻ പ്ലേ ആയിരുന്നു, അത് ഹാൻഡ് റിട്ടൺ സ്ക്രീൻ പ്ലേ ആയിരുന്നു. അതെ, ഡയലോഗ് മലയാളത്തില്, ഡിസ്ക്രിപ്ഷൻ ഇംഗ്ലീഷില്, അങ്ങനെ പോവായിരുന്നു. വേറെ ഈ വെർഷൻ ഐ തിങ്ക് ഇസ് പേഴ്സണലി ദ ബെസ്റ്റ് വെർഷൻ. അതായത് ആ ഒരു സമയം അതിന് വേണമായിരുന്നു, ഒരു കഥയ്ക്ക് മെച്ചൂർ ചെയ്യാനായിട്ട് ഒരു ടൈം വേണം. പിന്നെ അടുത്ത ബാപ്റ്റിസം ബൈബിളായിട്ട് അതിലും പഴയതാ 2007. 2007 എനിക്ക് ഒരു പഴയ ഡയറി കിട്ടിയിരുന്നു. അപ്പോൾ ഇതുപോലെ ഒരു സമ്മർ വെക്കേഷനിൽ ഇരുന്ന് എഴുതിയത്. അന്നത് ജസ്റ്റ് ഒരു 25 പേജസിന്റെ ഷോർട്ട് സ്റ്റോറി ആയിരുന്നു. അപ്പോൾ അതിലും ഇങ്ങനെ ഒരു ക്രോസ് ഹെയറും ഒരു ഗണ്ണും ഒക്കെ ആയിരുന്നു അതിന്റെ കവർ. പക്ഷെ അത് തന്നെ അത് എന്നെ വീഴ്ത്താൻ വേണ്ടി വന്ന സബ്മിഷൻ പോലെയായിരുന്നു. എനിക്ക് അത്യാവശ്യം ആക്ഷൻ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടം ചിരിക്കുന്നുണ്ട. എന്റെ കുറച്ചുകൂടെ ഞങ്ങൾ പറഞ്ഞോളൂ, ആക്ഷൻ സിനിമയൊക്കെ വരാൻ നേരത്തെ ഞാൻ ഒറ്റയ്ക്ക് പോകേണ്ടി വരും എന്നുള്ളത് തിയേറ്ററിൽ. അപ്പോൾ ഈ ആക്ഷൻ ത്രില്ലറിൽ എന്നെ പിടിച്ചിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗെയിം കളിച്ചാൽ മാത്രം അത്രയും ഞാൻ ഫീൽ അനുഭവിച്ചിട്ടുള്ളൂ. ഇത് അതിനെയും കടത്തി വിടുന്ന കുറേ എലമെന്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പല സ്ഥലങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു മെയിൻ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുള്ളറ്റ് ഇങ്ങനെ തുറഞ്ഞു പോകുന്നൊരു സീനുണ്ട്. അതിൽ ഞാൻ ആ ചാപ്റ്റർ വായിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കൈ വെച്ചോണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് ഫീൽ ചെയ്ത്. പിന്നെ വേറെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ സിഗരറ്റ് വലിച്ചിട്ടില്ല, വളർച്ചിട്ടില്ല, ഒരു ടീ ടോട്ടലർ എന്ന് പറഞ്ഞ് അഹങ്കരിച്ച് നടക്കുന്ന ആളാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പഫ് എടുക്കണം എന്ന് തോന്നിയത് അതിലൊരു ക്യാരക്ടർ അത് വലിക്കുന്ന ആ ഒരു ഡിസ്ക്രിപ്ഷനാണ്. അത് ഞാൻ അപ്പം തന്നെ ഐ ഡിഡ്ന്റ് ഫിനിഷ് ദ ഹോൾ ചാപ്റ്റർ. അപ്പം തന്നെ ഞാൻ പുള്ളി വിളിച്ച് പറഞ്ഞു, the level of writing is so powerful that it even tempted me to take a puff. അപ്പോൾ ഇത് വായിക്കുമ്പോൾ വലിക്കാത്തത് നന്നായി. അവിടെ കോമ്പൻസേറ്റ് ചെയ്തു അല്ലേ? അപ്പോൾ ജസ്റ്റ് ഫോർ റീഡേഴ്സ് ഔട്ട് ദെയർ, ഞാൻ സോഷ്യലി റെസ്പോൺസിബിൾ ആണ് കേട്ടോ. ഇതിൽ വലിയ നോ ആ ഓർഡറിൽ തന്നെ വേണമെങ്കിൽ എസ്കേപ്പ് ഫോർ ലവ് ഞാൻ ആക്ച്വലി വളരെ പിന്നീട് എഴുതിയത് 2019 അതിന് വേറൊരു പേരിലായിരുന്നു എഴുതിയിരുന്നത്. അത് 2020 ഒരു ഇതൊക്കെ ആയപ്പോഴേക്കും ഒരു 250 പേജസിന്റെ ഒരു സ്ക്രീൻ പ്ലേ പോലെയൊക്കെ ആയിരുന്നു. അപ്പോൾ ലോക്ക്ഡൗൺ വന്നപ്പോൾ പിന്നെ ഇത് നോവലാക്കിയപ്പോൾ പിന്നെ ഇനി നോവൽ മതി എന്നായി. അപ്പോൾ അങ്ങനെ ഒരു മൈൽ സ്റ്റോൺ വർക്കായിരുന്നത്. ഗ്രേവ് ഡിഗർ ഓഫ് ആദ്യം പ്രോബബ്ലി 2023 ലേറ്റസ്റ്റ് എന്ന് പറയുന്ന ആദ്യമാണ്. അത് സെക്കൻഡ് വർക്ക് ആയിട്ടാണ്. So again, welcome to the world of Rohit Ramachandran /Mad Dreams. Yeah, so again, so happy to be here. Likewise. ക്വസ്റ്റ്യൻസ് എല്ലാം തീർന്നു. ഞങ്ങൾക്ക് ഈ ബുക്ക് സൈൻ ചെയ്ത് കിട്ടണം. തീർച്ചയായിട്ടും നമുക്കൊരു കാര്യം ചെയ്യാം. കപ്പിൾ കോറിറ്റ്സിന്റെ ഫ്രണ്ട് വെച്ചെല്ലാം സൈൻ ചെയ്യാം. ഒരു പേന ഉണ്ടാവും അവിടെ? പേന എടുക്കുന്ന നേരം നമ്മൾ കട്ട് ചെയ്തിട്ട് വരും. പേന എടുക്കാൻ പോയിട്ട് ഒരു കട്ട് വന്നിട്ടുണ്ട്. അത് അതിന് മുന്നേ ഒരു കട്ട് വന്നില്ലായിരുന്നു. സോ ഞങ്ങളുടെ കോപ്പി സൈൻ ചെയ്യുന്ന വീഡിയോ ഞങ്ങൾക്ക് കിട്ടി. കാണാലോ അല്ലേ? എന്റെ ഹാൻഡ് റൈറ്റിംഗ് കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. നല്ല ഹാൻഡ് റൈറ്റിംഗ്. ഞാൻ പലപ്പോഴും പറയും, ശരിക്കും രോഹിത്തിൻ്റെ ബുക്സ് വന്നതിന് ശേഷം നമ്മൾ സബ്മിഷൻസ് റിജക്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ അടുത്ത 2 വർഷത്തേക്ക് സബ്മിഷൻ ക്ലോസ്ഡ് ആണ്. അതിന് ഉത്തരവാദിയാണ് ഇരിക്കുന്നത്. അങ്ങനെ
അങ്ങനെ എല്ലായിടത്തും പറയണ്ട, വേറെ ഓതേഴ്സ് കേട്ട പ്രാകും. അതാണ് പറഞ്ഞത്. ഇത് ഒരാൾക്ക് വന്ന ഏക്കാത്ത. താങ്ക് യു സോ മച്ച്. അയ്യോ യെസ്. അപ്പൊ അതാ ഞങ്ങളുടെ സൈൻ കോപ്പി ഹാൻഡ് റൈറ്റിംഗും കാണിച്ചിട്ടുണ്ട്. So thank you for making my mad dreams come true, both of you. അത് ഞങ്ങളുടെയും കൂടെ ഹാൻഡ് ഡ്രീംസ് ആണ് ഇപ്പൊ. Thank you for choosing us. So again, thank you for watching the couple who reads. So couple who reads in the order. Couple who reads. Okay. So thank you. Bye. Yeah.